വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക. ഇത് ഇന്ത്യയിലെ ഒരു റിസർച്ച് ആണ്, അല്ലാതെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഇതൊരു പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ നിന്ന് ഉയർന്നല്ലോ. അപ്പോൾ ഇനി ഉയരുമോ കൂടുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. 25% അമേരിക്ക സ്റ്റീലിനും അലുമിനിയത്തിനും ഇപ്പോൾ എക്സസ് ആയിട്ട് നികുതി ചുമത്തിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനോ നല്ല തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്. അവർ 28 ബില്യൺ US ഡോളറിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് 28 ബില്യൺ US ഡോളറിൻ്റെ ആ ഒരു മുതൽ വരുന്ന അത്രക്ക് വരുന്ന 28 ബില്യൺ US ഡോളറിൻ്റെ വില വരുന്ന അമേരിക്കൻ്റെ പ്രൊഡക്റ്റുകൾക്ക് നെക്സ്റ്റ് മന്ത് മുതൽ അവർ യൂറോപ്യൻ യൂണിയൻ തിരിച്ചടിക്കണം. അങ്ങനെ നികുതി തിരിച്ചും ചുമത്തിയാണ്ട്. യൂറോപ്യൻ യൂണിയനാണ്. ആരാണ്? അമേരിക്ക എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ, അങ്ങനെ പറയുന്ന നാറ്റോ സഖ്യരാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അതാണ് അത്ഭുതം. മാത്രമല്ല അയൽവാസിയായ കാനഡയും 25%, അതായത് 20 ബില്യൺ US ഡോളറിൻ്റെ അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്കാണ് അവർ കാനഡ 25% നികുതി ചുമത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇപ്പോൾ ഒരു ട്രേഡ് അൺസർട്ടനിറ്റിയാണ്. ലോ എക്കണോമിക് ഗ്രോത്ത് ഭയക്കുന്ന ട്രേഡുകളൊക്കെ ഡിസ്റപ്റ്റ് ചെയ്തിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റും വ്യാപാരങ്ങളൊക്കെ വളരെ വലിയ കൺസേണാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ സീസ്ഫെയർ ടോക്സ് അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ പുടിൻ കുർസ്ക് റീജിയൻസിൽ സന്ദർശിച്ച ഫോട്ടോയൊക്കെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇപ്പോഴും സീസ്ഫെയറിൽ തീരുമാനം ആയിട്ടില്ല. ഇപ്പോഴും റഷ്യ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ്റെ ഭാഗത്ത് നിന്ന് യെസ്സും വന്നിട്ടില്ല, നോയും വന്നിട്ടില്ല. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓയിൽ ഇന്നലെ 2% വർധനവ് വന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. ഗോൾഡ് മുകളിലേക്ക് പോകും. കാരണം അതിൽ ടാക്സ് വരുമ്പോൾ വലിയ പ്രശ്നമായിട്ട് വരും. നിങ്ങൾ ജോലിക്കാരനാകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങളൊരു ബില്യണർ ആകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ബില്യണർ ആകാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ട് ബില്യണർ ആകാൻ ആകില്ല, അങ്ങനെ വിഷമിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ജോലിക്കാരനാകാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ഒരിക്കലും ബില്യണർ ആവാൻ കഴിയില്ല. കാരണം ഗോൾഡ് അങ്ങനെയാണ് പോകുന്നത്. മാർക്കറ്റ് എക്കണോമി അങ്ങനെയാണ്. പണിയെടുത്തിട്ട് ഒന്നും നടക്കില്ല. എന്തെങ്കിലും ഇന്നോവേഷൻസോ എന്തെങ്കിലും ഒരു സാധനം പുതുതായി ഈ മാർക്കറ്റിൽ നിങ്ങൾ സംഭാവന ചെയ്താലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ചെയിനിൽ എന്തെങ്കിലും ഒരു നീഡ് പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ, ഇപ്പോൾ തന്നെ സപ്ലൈ ചെയിനാണ് ഈ ഒരു ടാക്സ് കൂട്ടുന്നത് കൊണ്ട് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് സ്വർണ്ണവില ഉയരും എന്തായാലും. ഗോൾഡ് ഇന്ന് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു, എല്ലാവർക്കും അറിയാമല്ലോ. 64,960 64,520 നിന്നും ഗോൾഡ് ഉയർന്നു പോയി. അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 440 രൂപയായിരിക്കും കൂടിയതെന്ന്. അപ്പോൾ ഇനി നാളെ ഇപ്പോൾ വിപണി പ്രകാരം ഒരു 120 രൂപ ഇപ്പോൾ ഉള്ള 64,960 നിന്നും കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ്. ഇന്ന് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട്. ശരിയാണ്, കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയും പോസിറ്റീവ് ടെറിട്ടറി തന്നെയാണ് ഗോൾഡ് ഉള്ളത്. അതുകൊണ്ട് ഗോൾഡ് ആൾ ടൈം ഹൈ റെക്കോർഡ് ഈ മാസം മിക്കവാറും തകർത്തേക്കും. 2,986 US ഡോളർ. ഗോൾഡ് 3,000 US ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പോകും. അതേപോലെ അതിൻ്റെ അപ്പുറം പോയേക്കും. പിന്നെ മാത്രമല്ല ഗോൾഡ് 70,000 വളരെ പെട്ടെന്ന് ആയേക്കും. 80,000 അടുത്തേക്കാണ് ഈ പോക്ക് പോകുന്നത്. അതിൽ രീതിയിലാണ് എക്കണോമിയുടെ അവസ്ഥ. ട്രേഡ് അൺസർട്ടനിറ്റി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്.